ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാധകർക്ക് വലിയ അമർഷമുണ്ട്. ഇത്തവണത്തെ വേൾഡ് കപ്പിലും ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തി. 2002 ശേഷം ഒരൊറ്റ വേൾഡ് കപ്പ് ട്രോഫി പോലും നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 2019 ശേഷം ഒരൊറ്റ ട്രോഫി പോലും നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് വലിയ അഴിച്ചുപണികൾ ആവശ്യമാണ് എന്നാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് 2030 വേൾഡ് കപ്പ് വരെ തുടരും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ UOL പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് CBF കാർലോ ആഞ്ചലോട്ടിക്ക് മുന്നിൽ 2 ലക്ഷ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 ഗോൾസാണ് ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് മുന്നിൽ CBF നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ഗോളായിക്കൊണ്ട് വരുന്നത് 2028 കോപ്പ അമേരിക്ക നേടുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞത് ഇപ്പോൾ CBF ആഗ്രഹിക്കുന്നില്ല. അതായത് ബ്രസീലിന് തിരിച്ചു വരണമെങ്കിൽ അടുത്ത കോപ്പ അമേരിക്ക നേടേണ്ടതുണ്ട്. അത് നിർബന്ധമായും നേടണമെന്ന് കാർലോ ആഞ്ചലോട്ടിയോട് ഇപ്പോൾ CBF പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗോൾ ആയിക്കൊണ്ട് വരുന്നത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഒന്നാമതായിക്കൊണ്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീൽ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ഇനി അത് പാടില്ല. 2030 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സൗത്ത് അമേരിക്കയിലെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ബ്രസീൽ ഫിനിഷ് ചെയ്യണം. അതിൽ കുറഞ്ഞത് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയിൽ നിന്നും CBF ആഗ്രഹിക്കുന്നില്ല. ഈ 2 ഗോളുകളാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ CBF വെച്ചിട്ടുള്ളത് എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ടീമിനകത്ത് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയാവില്ല. കാർലോ ആഞ്ചലോട്ടിക്ക് വലിയ ഒരു പ്രൊജക്റ്റ് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആഞ്ചലോട്ടിയോട് CBF ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.